എല്ലാ സിനിമകൾ തുടങ്ങുമ്പോഴും നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഈ സിനിമയ്ക്ക് ഒരു തടസ്സവും കൂടാതെ ഷൂട്ടിംഗ് നടക്കണേ, ഈ ചിത്രം ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റ് ആയി മാറണേന്നാണ്. അതുപോലെ ഞാനും പ്രാർത്ഥിക്കുന്നു, ഒരു തടസ്സവും കൂടാതെ നടക്കണേ, ഇതൊരു വലിയ വിജയമായി മാറണേന്ന്. ദൃശ്യം 1, 2 മനസ്സിൽ എത്തിയ പ്രേക്ഷകർ ദൃശ്യം 3 തീർച്ചയായിട്ടും മനസ്സിൽ കൊണ്ട് നടക്കുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് താങ്ക് യു. പ്രേക്ഷകർക്ക് വലിയൊരു എക്സ്പെക്ടേഷൻ ഉള്ളത് ദൃശ്യം കേൾക്കുമ്പോൾ, ആ ഒരു നിലയിലേക്ക് മലയാളികൾക്ക്. അതാണ് ഞാൻ പറഞ്ഞത്, അതൊക്കെ ഇനിയും നടക്കേണ്ട കാര്യമല്ലേ, കുഴപ്പമുണ്ടാവില്ലെന്നാണ് ഞാൻ തോന്നുന്നത്. അതൊക്കെ ഇന്നലെ സംസാരിച്ചു കഴിഞ്ഞു. ഇതിപ്പോ ദൃശ്യമാണ്, ഇന്നലത്തെ കാര്യം ഇന്നലെ. ഇപ്പൊ ഞാൻ പോവാണ്, ഇത് കഴിഞ്ഞാണ്. അതിന്റെ കഥ ഇപ്പൊ പറയണം. ജോർജ് കുട്ടി എന്തെങ്കിലും ഒരു കുഴപ്പം ഉണ്ടാക്കും, പേടിക്കണ്ട. അത് കാണാം. എല്ലാരും അതിന്റെ ഒരു എല്ലാവരും ഇത് ഈ എക്സൈറ്റ്മെന്റ് ആണ് ദൃശ്യത്തിന്റെ ഒരു ക്യാച്ച് എന്ന് പറയുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും ഇതിനടുത്ത് പറയല്ലെന്ന് പുള്ളി പറഞ്ഞു. ഇവിടുന്ന് ഞാൻ പോവാൻ. താങ്ക് യു. ഓക്കെ. ആരംഭിക്കുകയാണ്. അത് ഈ ഒരു ദിവസത്തിന്റെ ആരംഭിക്കുന്ന വളരെ സന്തോഷം. കാരണം ഇത് ഏറ്റവും മധുരമാണ്. സാഹിത്യ അവാർഡ് കിട്ടി എല്ലാ മലയാളികളുടെയും ഒരു പ്രൗഡ് മൊമെന്റാണ്. പിന്നെ വിഷയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല സിനിമയാണെന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. ബാക്കി നിങ്ങൾ അമിത പ്രതീക്ഷകളില്ലാതെ കൊണ്ട് ഏറ്റവും സിനിമ കാണുക. ഇതിന്റെ റിലീസ് കാര്യങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല, അതൊക്കെ വഴിയെ അറിയിക്കും. അപ്പോൾ ഇത് വന്ന് ഇതിനോട് പൂജ ഇതിനോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇവിടെ പൂത്തോട്ട ഇവിടെ ലോ കോളേജിന്റെ പരിസരത്താണ് ഇതിന്റെ ഒരു ഇന്നത്തെ ഒരു ചിത്രീകരണം എന്ന് പറയുന്നത്. ഇന്ന് മോഹൻലാൽ ഈ പൂജാ ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം ഇവിടെ നിന്ന് മടങ്ങും. മോഹൻലാൽ നിലവിളക്ക് കൊളുത്തുകയാണ്. സംവിധായകൻ ജിത്തു ജോസഫും ഭാര്യയുമാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ ഇതിൽ ഇപ്പോൾ 3ാം ഭാഗത്തിന്റെ അതിന്റെ ഒരു ചിത്രീകരണം ഇന്ന് ആരംഭിക്കുന്നു. ഇന്ന് ഈ കോളേജ് പരിസരത്താണ് അതിന്റെ ഒരു ചിത്രീകരണ കാര്യങ്ങളും എല്ലാം തന്നെ നടക്കുന്നത്. മോഹൻലാൽ ഈ ആദ്യ ദിവസങ്ങളിൽ ഇതിൽ സിനിമയിൽ ജോയിൻ ചെയ്യുന്നില്ല. ഇന്ന് വൈകിട്ട് 3:30 അദ്ദേഹം കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് തിരിക്കും. നാളെയാണ് ഇന്ത്യൻ സിനിമയുടെ തന്നെ ഏറ്റവും മഹത്തമായ പുരസ്കാരം അദ്ദേഹം മലയാളത്തിന് വേണ്ടി ഏറ്റുവാങ്ങും. ദാദാ സാഹേബ് പുരസ്കാരം അദ്ദേഹത്തിന് അർഹമായിരിക്കുന്നു. അത് നാളെയാണ് അതിന്റെ ഒരു ചടങ്ങ് നടക്കുന്നത്. അതുകൊണ്ട് ഇന്ന് അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷം കൊച്ചിയിൽ നിന്ന് അദ്ദേഹം ഡൽഹിക്ക് തിരിക്കും. വളരെ വലിയ നേട്ടങ്ങളുടെ ഒരു ഔന്നത്യത്തിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ആഘോഷിക്കപ്പെട്ട ഒരു ചിത്രം, ഏറ്റവും കൂടുതൽ സ്വീകാര്യത നേടിയ ചിത്രം, കുടുംബസദസ് ഒന്നടക്കം ഏറ്റെടുത്ത ഒരു ചിത്രത്തിന്റെ 3ാം ഭാഗത്തിന്റെ പൂജാ ചടങ്ങുകളടക്കം തുടങ്ങുന്നത് എന്ന ഒരു പ്രത്യേകതയും കൂടി ഈ ദിവസത്തിനുണ്ട്. ഏതായാലും ഇന്ന് ഈ ചടങ്ങിന് ശേഷം അദ്ദേഹം ഇവരോട് അണിയറ പ്രവർത്തകരുമായി സംസാരിച്ച ശേഷം അദ്ദേഹം തിരികെ മടങ്ങും എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും ദൃശ്യം എന്ന് പറയുന്നത് മലയാള സിനിമ മാത്രമല്ല, മലയാളത്തിന് പുറത്തും ദൃശ്യം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയാണ്. വലിയ രീതിയിലേക്ക് ആരാധകരെ അടക്കം നേടിയ സിനിമയാണ്. അതിന്റെ 3ാം ഭാഗത്തിന്റെ അടക്കമുള്ള ഒരു പൂജാ ചടങ്ങുകൾ തുടരുകയാണ്.